പിന്നെ ഉറപ്പായിട്ടും ഭയങ്കര എവിടെ പോയാലും നമ്മൾ ഇന്ത്യൻ ടീമിൽ എല്ലാവർക്കും മലയാളം സിനിമ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. നമുക്കൊരു ക്രെഡിറ്റ് ആണ്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇന്ത്യൻ ടീമിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും മലയാളൻ മൂവീസ് ആർ അൺബിലീവബിൾ മാൻ, ഓ ക്യാ കർത്താ ഹേ, അത് ഹിന്ദിയിലൊക്കെ മറ്റേത് ലാലേട്ടൻ മമ്മൂക്ക എല്ലാവരും പറഞ്ഞു ഭയങ്കര അവർക്ക് നമ്മുടെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ അവരുടെ ലാംഗ്വേജിലിട്ട് വരെ കാണാറുണ്ട്. അപ്പൊ മെയിനായിട്ട് സൗത്ത് ഇന്ത്യൻസ്, കർണാടക, തമിഴ്നാട്, അവിടുത്തെ പ്ലേയേഴ്സ്, നോർത്ത് ഇന്ത്യൻസ്, അവരെല്ലാവരും നമ്മുടെ സിനിമ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ചെഹലിന്റെ കാര്യം പറയും. ചെഹലിന് ഭയങ്കര സിനിമയിൽ അഭിനയിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ആർക്കാ? യുസ്വേന്ദ്ര ചഹലിന്. അപ്പൊ ഞാൻ ഇങ്ങനെ അവനെ നോക്കുമ്പോ ഭയങ്കരമായിട്ട് കുറെ നാളായിട്ട് ഈ മറ്റേ അഭിനയവും റീൽസും ഭയങ്കരമായിട്ട് തകർക്കുന്നുണ്ട്, ഡാൻസ്. അത് ഞാൻ ചോദിച്ചു, നിനക്ക് താല്പര്യമുണ്ടല്ലേ? ബ്രോ മേരക്കോ ഹേ കർണ ആക്ടിങ് കർണ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ബ്രോ ചാൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് അഭിനയിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ ശരി ഞാൻ പറയാം. അപ്പൊ അവന് ഇത് അഭിനയിക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പൊ പുള്ളിയായിട്ട് നമ്മൾ ഈ പ്രാവശ്യം കീലേരി ചഹൽ എന്നൊക്കെ പറഞ്ഞ ഒരു റീൽ, കീലേരി അച്ചുവിടെ ഡയലോഗ് കൊടുത്ത് നമ്മൾ റീൽ ഇറക്കിയതാണ്. ഒരു ടീം സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത. അപ്പൊ അത് ഭയങ്കര ഹൈറ്റായി. പുള്ളി റീൽ ചെയ്യാൻ എപ്പോഴും ഓണാണ്, മലയാളം ഡയലോഗ് പറയാനാണ്, മലയാളം സിനിമയിൽ അഭിനയിക്കാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുടെ കൂടെയൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒറ്റയ്ക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കാറൊക്കെ എടുത്ത് പോകും എന്ന് ഒരു കിംവദന്തി കേട്ടു. അത് കറക്റ്റാണോ? കറക്റ്റാണ്. അത്രയും ഒറ്റയ്ക്ക് അങ്ങനെ കൺട്രി സൈഡ് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണോ? അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞങ്ങള് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് ഡ്രൈവ് ചെയ്തിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. കോളേജ് സമയത്തൊക്കെ നമുക്ക് ഒരിടത്തും പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ കാറിൽ തന്നെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും സംസാരിക്കാനോ അങ്ങനെ. അപ്പൊ പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ഇന്ത്യക്ക് വേണ്ടിയാണല്ലോ കളിക്കാൻ പോണത്. അപ്പൊ നമ്മൾ കളിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ കളിക്കുന്നില്ലെങ്കിൽ ഭയങ്കര ബോറടിയാണ്. ഓഫ് ദ ഫീൽഡ് എന്ത് ചെയ്യാം, ക്രിക്കറ്റ് ചിന്തിക്കാനൊന്നും ഇല്ല. പിന്നെ അപ്പൊ ഞങ്ങള് ഒരു ഡിസിഷൻ എടുത്തെന്ന് വെച്ചാൽ ന്യൂസിലാൻഡിൽ എന്തോ പോയപ്പോ അവിടെ തന്നെ കാർ ഹയർ ചെയ്ത്. അപ്പൊ അവിടെ നമ്മുടെ റെന്റിങ് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എവിടെ പോയാലും ആദ്യം അവിടെ കാർ ഓൺലൈൻ ഹയർ ചെയ്യും. എന്നിട്ട് ഹോട്ടലിൽ ബാഗ് വെച്ചിട്ട് നേരെ നമ്മൾ കാർ എടുക്കാൻ പോകും. എന്നിട്ട് ടൂർ സമയം ഫുള്ള് ആ കാർ നമ്മുടെ കൂടെ കാണും. അപ്പൊ നമ്മള് കറങ്ങി തോന്നിയ സ്ഥലത്തൊക്കെ പോയി നല്ല, അത് നമ്മള് കളിക്കാനാണ് പോകുന്നത്, പക്ഷെ കളിപ്പിക്കുന്നില്ല. ഇനി ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ അല്ലാതെ നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസൻ സാറിനെ പോലെ കിട്ടിയതങ്ങ് തകർക്കുക. നമ്മുടെ വഴിക്ക് വന്നില്ല, വന്ന വഴിയെ പോയി. പിന്നെ നമ്മള് ബ്രോ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അതെ, തീർച്ചയായിട്ടും. അത് ഉള്ള സമയം നമ്മളെ എത്രയും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് എൻജോയ്. അങ്ങനെ ട്രാവൽ പ്ലാൻസ് വല്ലതും ഉണ്ടോ? ഇനി ഓഫ് സീസണിലൊക്കെ ഇടയ്ക്ക് മുങ്ങാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എവിടോട്ടാണെന്ന് ആർക്കും ഒരു ഐഡിയയും കൊടുക്കാതെ മുങ്ങാറുണ്ട്. ഇനി മുങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? അതാകുമ്പോ ഓഫ് സീസൺ നമുക്ക് തപ്പാവല്ലോ. അത് ശരിയാണ്. മുങ്ങുന്നത് ഭയങ്കര വെറൈറ്റിയാണ്, റിലീഫാണ്. റിലീഫ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നമ്മളിപ്പോ ട്രെയിനിങ് ക്യാമ്പ് ഇപ്പൊ കഴിഞ്ഞ്